തിരുവനന്തപുരം നേമത്ത് 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഹല്യയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഇങ്ങനെ. സംഭവ ദിവസം രാവിലെ 9 വയസ്സുകാരിയായ അഹല്യയെ 1.5 വയസ്സുള്ള അനുജത്തിയെ നോക്കാൻ ഏൽപ്പിച്ച ശേഷം മാതാവ് വീട്ടുജോലികളിൽ ഏർപ്പെട്ടു. അതിനിടെ അനുജത്തി അബദ്ധത്തിൽ നിലത്ത് വീണു. അഹല്യയുടെ അശ്രദ്ധ കൊണ്ടാണ് കുഞ്ഞ് നിലത്ത് വീണതെന്ന് പറഞ്ഞ് അമ്മ മൂത്ത മകളെ ശകാരിച്ചു. മാതാപിതാക്കൾക്ക് തന്നേക്കാൾ സ്നേഹം ഇളയ കുഞ്ഞിനോടാണെന്ന പരിഭവം നേരത്തെ മുതൽ അഹല്യ പങ്കുവച്ചിരുന്നു. കുഞ്ഞനുജത്തി വീണതിന്റെ പേരിൽ അമ്മ വഴക്ക് പറയുക കൂടി ചെയ്തതോടെ 9 വയസ്സുകാരി മനോവിഷമത്തിലായി. അതിനിടെ 1.5 വയസ്സുകാരിയെ വീണ്ടും അഹല്യയെ ഏൽപ്പിച്ച ശേഷം മാതാവ് മരുന്ന് വാങ്ങാനായി പുറത്തുപോയി. ഈ സമയത്ത് മുറിയുടെ വാതിലടച്ച് കിടക്കയിൽ പ്ലാസ്റ്റിക് കസേര വെച്ചതിന് ശേഷം ഇതിന് മുകളിൽ കയറി നിന്ന് തുണി കൊണ്ട് ഫാനിൽ ഒറ്റക്കുരുക്കുണ്ടാക്കിയതായാണ് കണ്ടെത്തൽ. 146 സെന്റിമീറ്റർ നീളമുണ്ടായിരുന്ന അഹല്യയ്ക്ക് കട്ടിലിന് മുകളിൽ പ്ലാസ്റ്റിക് കസേര ഉറപ്പിച്ച ശേഷം അതിന് മുകളിൽ കയറി നിന്ന് ഫാനിൽ കുരുക്കിടാൻ 145 സെന്റിമീറ്റർ ഉയരം മതിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൃത്യം ചെയ്യുന്ന സമയത്ത് കിടപ്പുമുറിയുടെ മുൻവശത്തെ ജനൽ തുറന്നു കിടക്കുകയായിരുന്നു. കഴുത്തിൽ കുരുക്കുമുറുകി തന്നെയാണ് മരണം സംഭവിച്ചതെന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫോറൻസിക് സംഘത്തിന്റെ പ്രാഥമിക ദേഹപരിശോധനയിലെ വിലയിരുത്തൽ. മനോനില വീണ്ടെടുത്ത ശേഷം അഹല്യയുടെ മാതാപിതാക്കളിൽ നിന്ന് പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.